ഇത് ഇട്ട് കാണിച്ചു തരാം. എന്ന് കല്ലൊക്കെ വീഴുന്നതിന് ഞാൻ അങ്ങോട്ട് എറിഞ്ഞ് കാണിക്കാം. വിന്ററിൽ കുറച്ച് അഡ്വഞ്ചർ വേണമെങ്കിൽ ഐസ്സൈൽ എത്തുക. തെന്നി അടിച്ച് വീഴുന്നതായിരിക്കും. അതെ അതെ. മേടിക്കണ്ട, വീടിട്ടില്ല, ചത്തില്ല. എന്റെ കേപ്പ് കാരണം ഒന്ന് വെള്ളത്തിൽ കൈ തട്ടു. കേപ്പിയോ? നടക്കാൻ എന്ത് രസമല്ലേ. ഹലോ, വെൽക്കം ടു മൈ മോമോസ് ഡയറീസ്. ഇന്ന് നമ്മൾ ഐപ്സയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഐപ്സയിൽ വന്നിട്ട് ഐപ്സയിലല്ല പോയത്, നമ്മൾ പാറ്റന്ന ക്ലാമിലാണ് പോയത്. ഇന്ന് നമ്മൾ ഐപ്സയിലെത്തി. അവിടെയാണ് സുക്ഷ്പിറ്റ്സ്. അവിടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ റൈറ്റ് നമ്മൾ പോയിരിക്കും. പോകും മനസ്സ് പോകും. നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാണ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് നല്ല തണുപ്പാണ്. പക്ഷെ തണുപ്പൊന്നും ചെയ്യുന്നില്ല. അങ്ങോട്ട് നോക്ക്, ആ മലയുടെ മണ്ടിൽ ഇതുണ്ട്, മറ്റേ സണ്ണി. അതാണ് ഐപ്സ്. നമ്മൾ ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബസ് കയറി. ആദ്യം നമ്മൾ ട്രെയിൻ കയറി നമ്മൾ എവിടെ എത്തി? ഗാർമിഷ് പാറ്റനാഹിലെത്തി. അവിടുന്ന് നമ്മൾ ഒരു ബസ് ഉണ്ടായിരുന്നു, ആ ബസ് മിസ്സായിപ്പോയി കേട്ടോ. മിസ്സായതല്ല, ഫുൾ ആളായിട്ട് നമ്മളെ കയറ്റിയില്ല. മിസ്സായത് തന്നെ അല്ല, മിസ്സായതൊന്നുമില്ല. നമ്മൾ ഫുൾ തിരക്കായപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അടുത്ത ബസ് 1 hourന് ശേഷമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടാക്സി വിളിച്ചു. നമ്മളിവിടെ എത്തി. പക്ഷേ 40 euro ആയി. പക്ഷേ 10 minute കൊണ്ട് എത്തി. പിന്നെ ഒരു വ്യൂ കാണിച്ചു തരാമേ. ഈ ലേക്ക് ചുറ്റി മഞ്ഞൊക്കെ കണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. നമ്മളിങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് എല്ലാ ആൾക്കാരെയൊക്കെ കണ്ട് അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ രസമുണ്ട് കാണാൻ. ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല വാട്ടർ പ്രൂഫിൻ്റെ ഹാൻഡ് ഷൂ, അത് ഗ്ലൗസും ബൂട്ട്സും ഇട്ടില്ലെങ്കിൽ പണി പാടും കേട്ടോ. നല്ല തണുപ്പ്. കാരണം കാലിലൊക്കെ വിരലൊക്കെ ഭയങ്കര തണുത്ത് വിറയ്ക്കും, കൈ നല്ല തണുക്കും, അങ്ങനെയൊക്കെ കേട്ടോ. എൻ്റെത് ഇതാണ് ഐപ്സ്. നല്ല രസമാണ്. എന്താണ് പറയണ്ടേ? ഐപ്സിനെ കുറിച്ച് പറയും. ഐപ്സിനെ കുറിച്ച് നല്ലൊരു ലേക്കാണ് ഇവിടെ, നല്ല തണുപ്പാണ് ഇവിടെ, നല്ല രസമുണ്ട് കാണാൻ. അത് ഫുൾ ഫ്രീസ് ആയിട്ടിരിക്കും. നോക്ക്, ജാക്കിടാൻ പോട്ടോ. ആൽപ്സ് മൗണ്ടൻ. അവിടുന്ന് മേപ്പോട്ട് നമ്മുടെ ഇതുണ്ട്, ട്രെയിനുണ്ട് മേപ്പോട്ട് പോകാം. പക്ഷേ വൺ സൈഡ് ഒരാൾക്ക് 75 euro. 1 way. 2 way പോകുമ്പോൾ 150 euro.
ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടുത്തെ യാത്ര അല്ലേ മുൽസേ? ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ മേപ്പോട്ട് പോകാൻ? ഇവിടെ പോകാൻ ഭയങ്കര എക്സ്പെൻസീവാണ്. 74 യൂറോ ഒരു സൈറ്റിന് ഒരു സൈഡിൽ ഇച്ചിരി കൂടുതലാണ്. 74 പ്ലസ് ഒരാൾക്ക് 150 യൂറോ 2 സൈഡ് പോയിട്ട് വരാൻ. മേളിൽ പോയിട്ട് ഏതായാലും നാട്ടിൽ ഏകദേശം 15,000 രൂപ മേപ്പോട്ടും താഴോട്ടും. ആര് പറഞ്ഞു ഓക്കെയാണ്? ഞാൻ ഓക്കെ അല്ല. നമ്മൾ രണ്ടുപേര് പോകുമ്പോ ഈ സെയിം പൈസ തന്നെയല്ലേ? ഇതാ ഒരു കുഞ്ഞമ്പട്ടി, ഇപ്പുറത്തൊരു കുഞ്ഞമ്പട്ടി. വഴി കൂടെ വരുന്നത് കാണിക്കുന്നുണ്ടോ? ആണോ? എന്നാ ഓക്കെ. ഞാൻ ഇങ്ങനത്തെ മലയൊക്കെ ടി വിക്കകത്തും അല്ലെ എന്ത് വരച്ച് വെച്ചേക്കുന്ന മല പോലെ ഉണ്ട്. എനിക്ക് കണ്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് നിൽക്കുക. അതെന്താ വിശ്വസിച്ചാൽ? അല്ല, കാരണം നമ്മളിതൊക്കെ ഹിന്ദി സിനിമയിലും അല്ല എന്തോ ഹിന്ദി സിനിമകളിൽ മാത്രം അല്ലെ. ഞാൻ കുട്ടിയിൽ പടം വരച്ചിട്ടുണ്ട് ഇങ്ങനത്തെ മലയൊക്കെ. അങ്ങനൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു. മാത്രമല്ല ഇത് റിയലിസ്റ്റിക്കാ അല്ല, അത് തോന്നുന്നു. നമ്മളത് കുട്ടിക്കാലത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഇതെനിക്ക് നേരിട്ട് കാണുന്നത്. അതെ, അതിൻ്റെ ആദ്യമൊക്കെ ഇഷ്ടം സന്തോഷമായ കണ്ടിട്ട് ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷമായി. പറഞ്ഞോ. നമ്മൾ സമ്മറിൽ വരുവാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടി നൈസായിരിക്കും. ഇവിടെ നമുക്ക് സിംബാദൊക്കെ ചെയ്യാൻ പറ്റും. സ്വിമ്മിങ് ചെയ്യാം. ചുമ്മാ നമുക്ക് ലേക്കിൽ ഇറങ്ങി കളിക്കാം. അതൊക്കെ പക്ഷേ വിൻ്ററിൽ പറ്റില്ലല്ലോ. വിൻ്ററിൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുന്നു, എല്ലാം കാണുന്നു. പക്ഷെ വിൻ്ററിൽ കാണുന്ന കാഴ്ചയും സമ്മറിൽ കാണുന്ന കാഴ്ചയും രണ്ടും രണ്ടാണ്. ആണ്, ശരിയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കണ്ടേ? ഡ്രസ്സ് ഇട എവിടെ? ഓക്കെ. ടോപ്പ് ഓഫ് ജർമ്മനി, ആൽപ്സ് മൗണ്ടൻ. ജർമ്മനിയിലെ ഏറ്റവും ഹൈയസ്റ്റ്. അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. ആ ഓപ്പോസിറ്റ് കാണുന്ന ആ സ്ഥലത്ത് സുക്സ്പിറ്റ്സ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് മേപ്പോട്ട് പോകുന്നത്. ഇതാണ് ജർമ്മനിയുടെ ഏറ്റവും ഹൈസ്റ്റ് പോയിന്റ്. ഒരു വെള്ള ഹസ്കി അല്ലത് പുൽപ്പട്ടി. ഹസ്കി തിരിഞ്ഞിരിക്കുന്ന പോലെ. പക്ഷെ ഞാൻ ഈ ലേക്ക് ഫുള്ള് നടക്കൂല കേട്ടോ. ഒരു 5-10 മിനിറ്റ് നടക്കാം, എന്നിട്ട് ഞാൻ തിരിച്ചു വരും. നടക്കാൻ ഇഷ്ടമുള്ളവർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കേണ്ടവർക്കും വന്ന് കാണാം. അതെ, എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും വന്നിട്ട് ഞാൻ അവിടെ ഇരിക്കും. വണ്ടി ഈ ഒരു കുഞ്ഞുമാവനെ കണ്ടോ? വണ്ടി കണ്ടിട്ടില്ല ആൾക്കാര്. വണ്ടി എവിടെയൊക്കെ കാണിക്കാം. രണ്ട് കുട്ട ഇച്ചിരി മതി. അത് ഓരോ ഐറ്റംസ് കിടക്കുന്നു. ഓക്കെ, കിടക്കുന്നതെല്ലാം നല്ല അന്യ സാധനങ്ങളാണ്. സ്വന്തമായിട്ടൊരു പോർഷെ, ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാറില്ല. പോർഷെ സ്റ്റനി. എൻ്റെ പേരിലൊരു വണ്ടി, അവരുടെ വണ്ടി. ഇങ്ങനെ വരണം. ഇപ്പൊ നമ്മൾ ഇവിടെയാ നിക്കണേ.
നമ്മുടെ എൻട്രി പോയിന്റ് ഇതാണ്. ഐപ്സ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ടാസ്ക്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല, ഞാൻ ചെയ്യൂല. നമ്മുടെ നാട്ടിലെ പൈൻ ഫോറസ്റ്റ് പോലല്ലോ ഫോറസ്റ്റിലോട്ടൊക്കെ കയറാം. അതിന്റെ ഭാഗമാണ്. എനിക്ക് ശരിക്കും എനിക്ക് ഈ ഫോറസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മൗണ്ടൻ ആണ് ഭംഗി. ഈ മൗണ്ടൻ്റെയും ഈ മഞ്ഞുമാണ് ഇപ്പൊ ഇവിടെ ഒരു സൗന്ദര്യം തോന്നിച്ചത്. എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് ഈ ഫോറസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഫോറസ്റ്റ് കൊള്ളാം, പക്ഷെ മൗണ്ടൻ ആണ് ഹൈലൈറ്റ്. ഫോറസ്റ്റ് ഹൈലൈറ്റ്, മൗണ്ടൻ ഫോറസ്റ്റ് അത് കണ്ട് നമ്മൾ വരച്ചു വെച്ച മൗണ്ടൻ പോലെ ഇരിക്കണേ. ഇവിടെ കഴുകനുണ്ട് കേട്ടോ. ലാൻഡ്സ്കേപ്പ് ഷൂട്ട്സ്കേപ്പ്. എൻ്റെ ഒരു സൗണ്ട് കേട്ട് പോലെ നിന്നൊരു പേടിച്ചു പോയി. ഇവിടെ ഭയങ്കര ഇവിടെ നല്ല തെന്നലാണ്. തെന്നി അത് മറ്റത് നല്ല അത് ഒഴുക്കലുണ്ട്, അത് വെള്ളമാണ്. ഇത് കൂടെ ആ എനിക്ക് കുഴപ്പമില്ല, നല്ല തെന്നല. ആൾക്കാരല്ലേ ട്രാക്ക് അധികം. ഈ പയ്യെ നടന്നില്ലെങ്കിൽ എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല. നടു അടിച്ച് വീണ തീർന്ന്. ഞങ്ങളുടെ ബാക്കിൽ കാണുന്നതാണ് എന്താണത്? മരം. മരം. എന്റെ ബാക്കിൽ മരം. ഇപ്പോഴെന്താണ് ബാക്കിൽ കാണുന്നത്? കുന്ന്. കുന്ന്, പാലം, ബാപ്പുവ. നമ്മൾ പാലം കിടന്നു, കുന്ന് കിടക്കുകയാണ്. പിന്നെ ഓ ഇതിനകത്തൂടെ നല്ല രസമുണ്ട് നടക്കാൻ. തോന്നുന്നു തണുക്കുക. ഇവിടെ കാടും പായലൊക്കെ പായലിന്റെ ഒക്കെ വീഡിയോ എടുക്കുന്നു. എൻ്റെ ഒരു അയ്യൊക്കെ പറഞ്ഞ നമ്മക്ക് പേടിച്ചു. അല്ലാതെ അങ്ങനത്തെ അല്ലേ. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. ഇതിനകത്തോട്ട് ഇങ്ങനെ നടക്കാൻ എന്ത് രസമല്ലേ. ഇതൊക്കെ കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ നല്ല തെന്നലുണ്ട്. എന്ത് രസമല്ലേ ഇവിടെ കാണാന്. എന്നാണോ പറയണേ? എൻ്റെ പൊന്നെ ഇവിടുന്ന് തെന്നിയേ പോകാൻ പറ്റുന്നുള്ളൂ. ഇല്ലാതെ രണ്ടുപേര് പോകുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയ ഈ പട്ടിയൊക്കെ ആലോചിക്കേ, ഇവന്മാരൊക്കെ എന്ത് കാണിക്കുന്നത്? ഞാൻ മര്യാദക്ക് നടന്നു പോകുന്നുണ്ടല്ലോ. ഇവരെന്ത് കാണിക്കുന്നേന്ന്? ആ സൈഡിൽ കൂടെ ഒക്കെ പോയാൽ താഴേക്ക് പോയില്ലേ? ഒരു വടി വെട്ടി തട്ടേ.
എടാ വീഴണേ ചിരിക്കരുത് കേട്ടോ. അങ്ങൂന്ന് ഒരു സുന്ദരി കുട്ടപ്പൻ വരുന്നുണ്ട്. സുന്ദരി കുട്ടപ്പി. ആദ്യം പട്ടി ഒന്നും ചെയ്യുന്നില്ല. ആണ് നമുക്ക് ഒരുമിച്ച് വീടാം. ഇവിടെ എല്ലാവരും വീണ് ഉരുണ്ട് ഇഴഞ്ഞൊക്കെ പോകുന്നു. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. രസമുണ്ട് കാണാൻ, പക്ഷെ വീഴുമ്പോൾ നല്ല രസമായിരിക്കും. ഇവിടുന്ന് ആ പോയ പുള്ളിക്കാർ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു 30 മീറ്റർ ഫുൾ ഐസാണ്. അപ്പോൾ നമ്മൾ വീഴുന്ന വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല, എൻ്റെ ബൂട്ട്സ് ഓക്കെയാ. ഈ 30 മീറ്ററിനെ കുറിച്ചാണോ പുള്ളിക്കാർ പറഞ്ഞത്? പക്ഷെ എല്ലാവരും ഇങ്ങനെ എന്താ തുഴഞ്ഞൊക്കെ പോകുന്നു. അത് കുത്തിയിട്ട് അവിടെ തന്നെ ഇരിക്കും. ഏതോ ഒരു 30 മീറ്ററിന്റെ കാര്യം പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മേടിക്കണ്ട, വീടിട്ടില്ല, ചത്തില്ല. പേടിയാന്ന് പറഞ്ഞു വീടായിരിക്കാൻ പറ്റൂ. തെന്നിട്ട് ഓ വ്യൂ നോക്ക് ഞാൻ കാണിച്ചുതരാം. ആ നല്ല പച്ച കളർ ഇരിക്കുന്ന ഇത് ആക്ച്വലി പച്ച വെള്ളമാണ്. സമ്മർ വരുമ്പോൾ നല്ല രസമാണ് കാണാന്നാ പറയണേ. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു. എൻ്റെ ഇവരോട് കുളിക്കുകയൊക്കെ ചെയ്യും. തെന്നും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്ക്. നമ്മളെന്തോ ഗ്ലാസിൻ്റെ മണ്ടയിലൊക്കെ നടക്കുന്ന പോലെയുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്രിഡ്ജിലെത്തും, ഒരു കുറ്റി ബ്രിഡ്ജിൽ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകും. എനിക്കിനി വേണം നടക്കാം. നമ്മൾ കുറേ വിൻ്ററിൽ കുറച്ച് അഡ്വഞ്ചർ വേണമെങ്കിൽ ഐസ് സൈഡ് എത്തുക. തെന്നി അടിച്ച് വീഴുന്നതായിരിക്കും. അതെ, എനിക്കൊരു സൗണ്ട് കൂടുതലാണ്. ഫൈനലി ഒരു സൈഡിൽ വെള്ളം അലിഞ്ഞു കിടക്കുന്നു, ഇപ്പുറത്തെ സൈഡിൽ വെള്ളം ഫ്രീസായിട്ട് കിടക്കുന്നു. ആൽപ്സ് പർവ്വതം നമ്മുടെ ബാക്കിലാണ് കാണുന്നതാണ് മൗണ്ടൻ. എനിക്ക് ആ മൗണ്ടനിൽ കയറണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ കരഞ്ഞോണ്ട് പോകുന്നു, പട്ടി കരഞ്ഞോണ്ട് പോകുന്നു. നമുക്ക് താഴെ ഇറങ്ങാം. ഇറങ്ങട്ടെ, വെള്ളത്തിൽ തരട്ടെ. എൻ്റെ ചുണ്ടൊക്കെ വെള്ളത്തിൽ തൊടണോ? റിസ്ക് എടുക്കരുത്, തൊട്ടോ, നല്ല തണുപ്പായിരിക്കും. ഗ്ലൗസ് എടുത്തോട്ടോ. ഒരാവശ്യമില്ലായിരുന്നു, അതിനകത്ത് പോയാൽ ഒന്നും ഫ്രീസ് ആകത്തൊന്നുമില്ല. ഞാൻ എൻ്റെ കേപ്പി കാരണം ഒന്ന് വെള്ളത്തിൽ കൈ തൊട്ടു. കേപ്പിയോ? കേപ്പിക്ക് നമ്മൾ പലതും വിചാരിച്ചിട്ട് എനിക്ക് കേപ്പിയുടെ ഒരു മീനിങ് അറിയാം. അത് വെച്ച് ഞാൻ കേപ്പി എന്ന് പറയണം. കേപ്പി കാരണം എൻ്റെ കൈ തണുത്ത് മരച്ചു. അപ്പുറത്ത് അലിഞ്ഞ റിവർ ആയിരുന്നെങ്കിൽ ഇപ്പുറത്ത് അലിയാത്ത ഐസായിട്ടിരിക്കുന്ന റിവറാണ്. കാണിച്ചു തരാം. ഇതൊരു റിവറാ, ഇത് ഐസ് കട്ടയായിട്ടിരിപ്പുണ്ട്. ഇത് കണ്ടില്ലേ, എല്ലാം ഫ്രീസായിട്ടിരിക്കുന്നത്. എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് എടുക്കാൻ പറ്റത്തില്ല, ഇത് വെള്ളം നടുക്ക് ഐസ്. ഒരു കഷ്ണം കിട്ടി. ഇത് ഞാൻ അങ്ങോട്ട് ഇട്ട് കാണിച്ചു തരാം. എന്നെ കല്ലൊക്കെ വീഴുന്ന പോലെ
എനിക്ക് കൊള്ളാം. ഇത് ഞാൻ അങ്ങോട്ട് എറിഞ്ഞ് കാണിക്കാം. ഇതിൻ്റെ മണ്ടയിൽ കൂടെ നടക്കാൻ പറ്റും, പക്ഷേ എനിക്ക് പേടിയാ. ഇപ്പം നമ്മൾ അവിടുത്തെ കുറച്ച് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടക്കുകയാണ്. പക്ഷെ തിരിച്ച് ഞങ്ങൾ വന്ന വഴി പോകുന്നില്ല. വന്ന വഴി പോയി കഴിഞ്ഞാൽ മറിഞ്ഞു വീണ്, കുരിശുമല കയറുന്നവരുണ്ട്. വന്ന വഴി പോയാൽ മറിഞ്ഞു വീഴുന്ന ഉറപ്പാണ്. സോ ഇതുവഴി പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നാണ്ട് മഞ്ഞൊക്കെ എറിഞ്ഞ് കളിക്കുന്നു. വെള്ളം കണ്ടിട്ട് എടുത്ത് ചാടാൻ തോന്നുന്നു. മച്ചാന്മാരെ കാണിച്ചു തരാം. ചില്ലടിച്ച് വെള്ളത്തിൽ കൂടെ പോന്നേ. ഇതാ പോകുന്നു. നമ്മളിവിടെ കല്ലും മഞ്ഞും താണ്ടി കിടന്ന് നമ്മൾ പഴയ സ്ഥലത്തേക്ക് പോവാം. ഒരു കുരിശുമലയൊക്കെ ഇടാൻ പോയിട്ടില്ല, ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മേ അതുപോലെ ഉണ്ടെങ്കിൽ തോന്നുന്നു. ഐസിനൊക്കെ രോമം കണ്ടോ? രോമം പൊങ്ങി നിൽക്കുന്നു. അത് കൊള്ളാം, അത് കൊള്ളാം. മോൻസിന്റെ താടി പോലെ വട്ടായി ഗൈസ്, വട്ടായി. ആരോ ഉണ്ടാക്കി വെച്ചിട്ട് പോയേക്കുന്നേ. ആ തല കമ്പൂത്തിപ്പ. ആ മേപ്പോട്ട് കയറുന്നിടത്ത് ഇവിടെ അല്ല കയറിയേ. ഇവിടെ കയറാൻ പറ്റത്തില്ല. ഒലക്ക മേളിലെത്തി. ഇതാ ഈ കാണുന്ന വഴി കയറി മേളിലെത്തി. പറയാനുള്ളത് താങ്കൾക്ക് ഹൈപ്സിയെ കുറിച്ച്? ഇത്രയും നേരം നമ്മൾ ഹൈപ്സിയെ പറ്റിയല്ലേ പറഞ്ഞത്. നമുക്ക് വിശക്കാൻ തുടങ്ങി. നമ്മളിനി തിരിച്ച് നടക്കുക. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് തിരിച്ചാണ് പോവുകയാണ് ഇവിടുന്ന്. അപ്പം ഞങ്ങളുടെ ഈ വ്ളോഗ് ഇന്നത്തെ കുട്ടി വീഡിയോ ഒന്നല്ല, കുറേ വീഡിയോ, ഒരു വലിയ വീഡിയോ ആണ്. പക്ഷെ എന്നാലും ഇതിന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ അതെ. ഓക്കെ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒന്നും വേണ്ട. ബൈ. ചൂസ്. Hey.